റെഡിയാണോ പോവാൻ? എന്നാ പോവാം. പോകാം. ലെറ്റ്സ് ഗോ. എന്നും ഇത് മാത്രമേ ഇടാനുള്ളൂ. മമ്മിയാണെങ്കിൽ എത്ര ചുരിദാർ മേടിച്ചു തന്നാ നല്ലതൊക്കെ ഒന്ന് എടുത്തിടാൻ മേലെ എന്നും എവിടെ പോയാലും ഇത് എടുത്തിട്ടുണ്ട്. അത്ര മോശമാണോ? മോശമായിട്ടല്ല, ചുരിദാറൊക്കെ എന്നിട്ട് ഇത് ചുരിദാർ ഇട്ട് കാണുന്ന ഇഷ്ടം. ഈ പറഞ്ഞ മമ്മി അന്ന് മേടിച്ചെന്ന ചുരിദാർ ഞാൻ ആരും കാണിച്ചു തന്നിട്ടുണ്ടോ? അത് ഇട്ടിട്ട് അതിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കേ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇതാണ് മമ്മി മേടിച്ചു തന്ന ഫസ്റ്റ് ചുരിദാർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചുരിദാറാണ്. അതെ, അതിന് ചേരുന്ന ഒരു അടിപൊളി ആക്സസറി. അതിൻ്റെ ഇടയ്ക്ക് നീല കമ്മലൊക്കെ, അത് ഉരിപ്പള്ളക്കളയട്ടെ. അതിനുശേഷം അടിപൊളി ഒരു ഇയർ ആക്സസറി, നല്ലൊരു കമ്മലിടുവാണ്. ഇതേ ചുരിദാറിന് അടിപൊളി മാച്ചിങ് ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ലൊരു കമ്മലാണ്. ഇത് റെയർ പീസായിട്ട് എനിക്ക് തോന്നി. ഏകദേശം 1500 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷെ നമ്മുടെ സൈറ ബ്രൈഡൽ ഹബ് തൊടുപുഴയിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഇട്ടിട്ട് കുളമാക്കി വെച്ചിരിക്കുന്ന കമ്മലാണ്. എന്നും യൂസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ലൊരു കമ്മലാണ്. ഇപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ഇയറിങ്സ് വാങ്ങുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ഓണമൊക്കെ വരുമ്പോഴാണെങ്കിലും വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ കുർത്തിയുടെ കൂടെയൊക്കെ ഇടാൻ നല്ലൊരു കമ്മലാണ്. അപ്പോൾ ഈ ഡ്രസ്സിന് നന്നായിട്ട് മാച്ചിങ് ആയി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ബീഡ്സും ഒക്കെ ഈ ഡ്രസ്സിൽ ആ ഒരു ലൈറ്റായിട്ടൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് മാച്ചിങ് ആയി പോകുന്ന ഒരു രീതിയിലുള്ള ഇയർ ആക്സസറി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എലഗൻറ്റ് ലുക്കാണ്. വേറൊരു ജ്വല്ലറീസിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഇന്നറൊക്കെ ചെറുതായിട്ട് കാണാം കേട്ടോ. അതൊക്കെ എല്ലാവരും അവോയ്ഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മമ്മി വായോ, ഞാൻ റെഡിയായി വന്നു. അപ്പം ഞാൻ ഒരുപാട് നേരം എടുത്തോണ്ട് മമ്മി കൊതുകുത്തി പോയി തോന്നുന്നുണ്ടോ? മമ്മി ഇഷ്ടപ്പെട്ടോ? ഇതാണ് എനിക്ക് മമ്മി വാങ്ങി തന്നാല ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാർ. ഇതാട്ടോ, ഭയങ്കര ഇഷ്ടമായി ചുരിദാറാ. ഈ ചുരിദാറും ഈ കമ്മലും എല്ലാം കൂടെ ഒരു നല്ല ഭംഗിയല്ലേ? ഇങ്ങനെ നടക്കാനാണോ മമ്മിക്ക് ഇഷ്ടം? ഇങ്ങനെ നടക്കണ ഇഷ്ടം. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര രസമാണ് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ്. അപ്പോൾ കയ്യിലും അതുപോലെ പെൻസിൽ ബോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഇടാനുള്ള എളുപ്പത്തിന് നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട്, ഇൻവിസിബിൾ സിബ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ചുരിദാറിന് ടക്ക് കൊടുത്തിട്ടുണ്ട്, കുറച്ചൊരു ഷേപ്പ് തോന്നിക്കാനായിട്ട്. പിന്നെ ബാക്കിൽ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് ഇടാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായി? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ചുരിദാർ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഒരുപാട് ഭംഗിയാണ്. പിന്നെ നമ്മളൊരു പോയിൻറ്റഡ് ഹീൽ ആണ് ഈ ചുരിദാറിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? എനിക്കിഷ്ടമായി. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ചുരിദാർ ഏറ്റവും ഇഷ്ടമായി. എന്താ പറയുക, ഇതിന്റെ ആ ഒരു കളറും മെറ്റീരിയലും എല്ലാം ഭയങ്കര റെയറാണ്. ഇത് അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ചുരിദാറാണ് കേട്ടോ. പക്ഷെ ഡെയിലി പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇടാറില്ല. ഇനി ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഇടും. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചുരിദാറാണ്. നല്ല രസമുണ്ട്. മമ്മിക്ക് എന്തും ഇങ്ങനെ നടക്കുന്ന നല്ല ഇഷ്ടം. മമ്മിക്ക് എന്താ ഈ ചുരിദാർ? ഞാൻ മാല എന്നിട്ടില്ല. സാരല്ല. മമ്മി മാലയൊക്കെ ഉണ്ട്. മമ്മി ഇടാത്തയാണേ. മമ്മി മാല ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, മമ്മി ഇടാത്തയാ. ഓക്കെ, പ്രശ്നം സോൾവ് ആയില്ലേ? ഞാൻ നടക്കാൻ പോയതായിരുന്നു, കുറേ ദൂരം നടക്കാൻ പോകും. അപ്പോൾ പിന്നെ മാലയൊക്കെ ഊരി വെച്ചിട്ടങ്ങ് പോയത്, ഫ്രീ ആയിട്ട് പോകാമല്ലോ. അതെ. പിന്നെ മമ്മിക്ക് എന്നാ ഈ ചുരിദാറിന് ഏറ്റവും ഇഷ്ടം? മമ്മിക്ക് ഈ സെയിം മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? മമ്മിക്ക് പറഞ്ഞ് തയ്ക്കാൻ പറ്റായിരുന്നോ? ഞാനും മമ്മി യൂണിഫോം പോലെ നടക്കുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. പിന്നെന്താ, എനിക്ക് ഈ മെറ്റീരിയൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാമോ? ഇതിൻ്റെ വർക്ക് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ എലഗൻ്റ് ആണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ, പിന്നെ ഇതിൻ്റെ നിറം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മമ്മി. വെൽക്കം. അപ്പോൾ അടുത്ത 2 ചുരിദാറുകൾ ഇട്ടുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ അടുത്ത ചുരിദാർ വന്നിട്ട് ഇതാണ്. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി ഒക്കെ കഴുത്തിൽ നിങ്ങൾക്ക് കാണാം. ഫുൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഏകദേശം ചേരുന്ന ഒരു ഇയറിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു നെക്ലേസ് ഒക്കെ ഉണ്ട്. പക്ഷേ നെക്ലേസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓവറാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കമ്മലിട്ട് നമ്മൾ മിനിമലായിട്ടാണ് ഈ ഒരു ചുരിദാറിന് കൊടുക്കുന്നത്. എനിക്കല്ലെങ്കിലും ഒരുപാട് ഹെവി ആയിട്ടുള്ള മാലയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇത് എനിക്കിഷ്ടമായി. നല്ലൊരു കളറില്. പിന്നെ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്കും അതെ. എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം. കാരണം മുന്തിരി വൈനാ നല്ലൊരു കളറല്ലേ, നല്ലൊരു. ഇതിന്റെ ഈ ഒരു വർക്കാണ് കേട്ടോ ഈ ഒരു ചുരിദാറിന്റെ സ്പെഷ്യാലിറ്റി. കാരണം ഇത് ഫുള്ള് മെഷീൻ വർക്കിലാണ്, പക്ഷെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് വർക്കാണ്. സാധാരണ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാർ മേടിച്ച് ഇങ്ങനെയൊക്കെ വർക്ക് കിട്ടാൻ പാടാണ്. ബാക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം ലൈക്ക് ഒരുപാട് ഹെവി ഇല്ല, പക്ഷെ അത്യാവശ്യം ബാക്കിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമായില്ലേ? നമുക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നതാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒതുങ്ങി എന്നിട്ടില്ലാലും വല്ലപ്പോഴും ഇടണം. കാണുന്നവർക്ക്, എനിക്ക് മറ്റുള്ളവരൊക്കെ ഇട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇടുമ്പോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചുരിദാറൊക്കെ
നിൽക്കണം നമ്മുടെ ഒന്നും ഇവിടെ മമ്മിക്ക് 100 വട്ടം പണിയാട്ടെ എന്നിട്ടുണ്ടെങ്കിൽ അമ്മ വേറെ പരിപാടിക്ക് പോകും. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, കുറച്ചൊരു സ്കിന്നിയാണ്, പക്ഷേ നല്ലതാണ്, നല്ല കംഫർട്ട് ഉണ്ട് ഇടാനൊക്കെ ആയിട്ട്. എനിക്ക് കളറിനോടാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. മമ്മിക്ക് എനിക്ക് ഈ കളർ ഇഷ്ടമാണ്. പിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞല്ലേ ഈ സെയിം കളർ എടുക്കാനായിട്ട്, പറഞ്ഞതൊക്കെയാ പക്ഷെ മമ്മി എടുത്തില്ല. മമ്മി എന്താ പറയാ, ഞാൻ എന്ത് കളർ എടുത്താലും അത് മമ്മി എടുക്കത്തില്ല. എന്താണെന്ന് അറിയാവോ, മമ്മിക്ക് പേടിയാട്ടോ ആൾക്കാർ പറഞ്ഞു പിള്ളേരൊക്കെ നടക്കുന്ന പോലെ മമ്മി നടന്ന എന്താ പറഞ്ഞു എന്താ കുഴപ്പം മമ്മി നടന്ന. നിങ്ങളൊക്കെ ഇനി നല്ല ചെത്തി അടിച്ചാണ്. ഞാൻ ഈ കളർ എടുക്കുന്നത് മമ്മി ഈ കളർ എടുത്തത് തന്നെ കുഴപ്പം. മമ്മിക്ക് എന്നാലും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് കൊടുക്കണം, ഈ വർക്ക് മാറ്റി വേറെ വർക്ക് കൊടുക്കണം. നല്ല കളറെല്ലാം എനിക്കിഷ്ടമായി, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഈ ഒരു കളറിനോട് ഭയങ്കര ക്രേസായിരുന്നു കേട്ടോ. ഈ ഒരു കളറ് ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ആ നെക്കിൻ്റെ ഒരു വർക്കാണ് ഇതിൽ ഏറ്റവും സ്പെഷ്യൽ പറയാനുള്ളത്. നല്ലൊരു പ്രത്യേക വർക്കാണ് അത്. നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി അത് ചെയ്യിപ്പിച്ചതാണ്. ഫ്രണ്ടിലും ഉണ്ട്, കുറച്ച് ബാക്കിലും ഉണ്ട്, സെയിം വർക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇടുമ്പോൾ തന്നെ ഒരു എലഗൻറ്റ് ലുക്കാണ്. എൻ്റെ ഡ്രസ്സ് കുറച്ച് സ്കിന്നി ആയിട്ട് തോന്നുന്നതാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത്രയും സ്കിന്നി അല്ല കേട്ടോ. പിന്നെ നമ്മൾ താഴെ ലോക്കൊക്കെ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ലിറ്റൊന്നും കൊടുത്തിട്ടില്ല ചുരിദാറിന്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ്. അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കും കുറച്ചുകൂടെ മാച്ച് ആവുന്നത്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിവേ ഈ 3 ചുരിദാറും ഒരേപോലെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ 3 ലുക്കാണ്. ഒരു പ്രത്യേക ഭംഗിയുള്ള കളറല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ചുരിദാറാണ്. അടുത്ത് വന്നിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാറിന് ഞാൻ എന്ത് ഇയറിങ്സ് ഇടും? അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇയറിങ്സ് ഇതാണ്, ഇതൊക്കെ വെച്ചാണ് ഞാൻ പെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇയറിങ്സിൻ്റെ സ്റ്റോൺ കുറച്ച് ബ്ലൂ കളറാണ്, പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു ചുരിദാറിന് മാച്ചിങ് ആയി പോകുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഈ ഒരു കമ്മൽ വെട്ടിത്തിളങ്ങും കേട്ടോ. നല്ല രസമുള്ളൊരു ഇയറിങ്സ് ആണ് ഇത്. ഞാൻ വന്നിട്ട് അൽഫോൺസോ ലേഡീസ് കളക്ഷൻ തൊടുപുഴയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഈ ഒരു ചുരിദാറിന് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ചുരിദാറിൻ്റെ കയ്യിലുള്ള വർക്കില്ലേ ഏകദേശം അതിന് മാച്ചിങ് ആണ് ആ ഒരു ഇയറിങ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ചുരിദാർ. ഇതും ഇഷ്ടമായി. മൂന്നിൻ്റെ ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് ആണ് ഞാൻ തയ്പ്പിച്ചത്. എനിക്ക് ഈയിടെയായിട്ട് ഫുൾ സ്ലീവിനോട് ഒരു ഇഷ്ടം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തയ്പ്പിച്ചത്. അപ്പോൾ ഈ സ്ലീവിന് വച്ചിരിക്കുന്ന മെറ്റീരിയലില്ലേ, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടിയതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ, പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത്, ദെൻ കൈക്ക് ഞാൻ വേറൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഈ 3 ചുരിദാറും സെയിം രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഇഷ്ടപ്പെട്ടോ? ഈ ബ്ലാക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലേ, ബ്ലാക്ക് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു കളറാണ് കേട്ടോ. ഒരു മാലയൊക്കെ ഇടായിരുന്നു, അതിന് പറയുന്നത് കമ്മലിട്ടുണ്ട്. ഇത് ഇത്രയും മാലയ്ക്ക് വരെ കമ്മല. നമ്മുടെ അമ്മമാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർക്ക് മാലയും വളയും മോതിരവും എല്ലാം ഇട്ട് നടന്നാലേ ഒരു ആത്മസംതൃപ്തി ഉള്ളൂ. അപ്പൊ അടുത്ത ദിവസം മമ്മി എന്നെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ, ആരും മിസ്സാക്കരുത്. അതിന് മമ്മിക്ക് എന്നെ ഇഷ്ടമുള്ള പോലെയൊക്കെ ഒരുക്കും, മാലയും വളയും എല്ലാം ഇടിച്ചോ. അപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ ബൈ. അപ്പൊ 3 ചുരിദാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മമ്മിക്കുട്ടി. അടുത്ത ദിവസം മമ്മിയുടെ ചുരിദാറിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, അത് ആരും മിസ് ചെയ്യരുത്. അപ്പൊ ഒരു ബൈ എടുത്തേ. ബൈ ബൈ.